T20 ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ഭാരതത്തിന് മികച്ച സ്കോർ. ദക്ഷിണാഫ്രിക്കയ്ക്ക് 241 റൺസാണ് വിജയലക്ഷ്യം. തകർത്തടിച്ച ഇഷാൻ കിഷനും തിലക് വർമ്മയും. സഞ്ജു ബാറ്റിംഗിനിറങ്ങിയില്ല. വിവരങ്ങളുമായി വീണ്ടും നമ്മുടെ ന്യൂസ് എഡിറ്റർ VS കൃഷ്ണരാജ് ചേർന്നുണ്ട്. കൃഷ്ണരാജ്, ഈ T20 ലോകകപ്പ് സന്നാഹ മത്സരത്തിലും ഒരു വിജയം പ്രതീക്ഷിക്കാമോ? ഒപ്പം സഞ്ജുവിന് നിരാശയാണെന്ന് കൂടി മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ? അതായത് സഞ്ജു 2020 ലോകകപ്പിൽ ആദ്യ 11-ൽ ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന ഒരു മത്സരമാണ് നമ്മൾ കണ്ടത്. കാരണം ന്യൂസിലാൻഡിനെതിരായ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ അപ്പാടെ പരാജയപ്പെട്ടു പോയ 5 കളികളിലും ഓപ്പണറായി അവസരം കിട്ടിയിട്ടും അത് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയ സഞ്ജുവിന്റെ ഫോം ഔട്ട് അല്ലെങ്കിൽ മോശം പ്രകടനം ഒരു പരിധിവരെ 2020 ലോകകപ്പിലെ ആദ്യ 11-ൽ കളിക്കാൻ അവസരം ഉണ്ടാകില്ല എന്നുറപ്പിക്കുന്ന തരത്തിലാണ് ഇന്നത്തെ സന്നാഹ മത്സരം കണ്ടത്. കാരണം ഇന്ന് എല്ലാ പല ബാറ്റർമാരും കുറച്ച് പന്തിൽ കൂടുതൽ റൺസ് അടിക്കുന്നു, റിട്ടയർഡ് ഹർട്ടായി കയറി വരുന്നു, അടുത്ത ബാറ്റ്സ്മാൻ അവസരം കൊടുക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഇഷാൻ കിഷൻ ഇന്നും തന്റെ പ്രകടന മികവ് ആവർത്തിച്ചു. 20 പന്തിൽ 7 സിക്സും 2 ബൗണ്ടറിയും അടക്കം 53 റൺസ് അടിക്കുന്നു. ഒപ്പം വന്ന അഭിഷേക് ശർമ്മ 18 പന്തിൽ 24 റൺസ് എടുക്കുന്നു. രണ്ടുപേരും റിട്ടയർഡ് ഹർട്ടായി റിട്ടയർഡ് ഔട്ടായി പോകുന്നു. അഭിഷേക് ശർമ്മ റിട്ടയർഡ് ഹർട്ടായിരുന്നു. തിലക് വർമ്മ 19 പന്തിൽ 45 റൺസ്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം സഞ്ജു കളിച്ചില്ലെങ്കിൽ ആര് കളിക്കുമെന്ന് ചോദിച്ചാൽ തിലക് വർമ്മയുടെ സ്ഥാനത്ത് കളിച്ചിരുന്ന 3-ാം നമ്പറിൽ കളിച്ചിരുന്ന ഇഷാൻ കിഷൻ ഓപ്പണറായി വരുന്നു. അവിടെ ഇഷാൻ കിഷന്റെ പൊസിഷനിലേക്ക് തിലക് വർമ്മ എന്ന ഏറ്റവും ക്ലാസ്സായി കളിക്കുന്ന, എന്നാൽ അതിവേഗത്തിൽ റൺ സ്കോർ ചെയ്യുന്ന, ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു ബാറ്റ്സ്മാനാണ് തിലക് വർമ്മ. തീർച്ചയായും കൃഷ്ണരാജ്, കൃത്യമായ നിരീക്ഷണങ്ങൾ. എന്തായാലും തകർത്തടിച്ചിരിക്കുകയാണ് ഇഷാൻ കിഷനും തിലക് വർമ്മയും. ഒപ്പം സഞ്ജുവിന് അല്പം ആശങ്ക കൂടിയാണ്.